ഹായ് ഫ്രണ്ട്സ്, ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത് കുട്ടികൾക്കും മുതിർന്നവർക്കൊക്കെ ഒരുപാട് ഇഷ്ടപ്പെടുന്ന ഒരു സേമിയ കേസരിയുടെ റെസിപ്പിയാണ്. വളരെ ടേസ്റ്റ് ഉള്ളതും എന്നാൽ വളരെ പെട്ടെന്ന് തയ്യാറാക്കാൻ സാധിക്കുന്ന ഒരു റെസിപ്പിയും കൂടിയാണിത്. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. അതിനു മുന്നേ ഈ ചാനൽ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ അതെങ്ങനെ തയ്യാറാക്കണം നോക്കാം. ഇതിന് വേണ്ടിയിട്ട് ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് ഒരു 2 ടേബിൾ സ്പൂണോളം നെയ്യ് ഒഴിച്ച് കൊടുക്കുക. നെയ്യൊന്ന് ചെറുതായി ചൂടായി വരട്ടെ. ഇനി അതിലേക്ക് ഒരു 2 ടീസ്പൂൺ കാഷ്യൂസും ഉണക്കമുന്തിരി ഇട്ട് കൊടുക്കാം. ഇനി അതൊന്ന് ഫ്രൈ ചെയ്തെടുത്ത് ഒരു ബൗളിലേക്ക് മാറ്റാം. ഇനി അതേ പാനിലേക്ക് തന്നെ നമുക്ക് 1 കപ്പ് സേമിയ ചേർത്ത് കൊടുക്കാം. സേമിയ ഒന്ന് ചെറുതായിട്ടൊന്ന് കളർ മാറുന്ന വരേക്ക് ഇതൊന്ന് വറുത്തെടുക്കണം. ഇപ്പോൾ സേമിയയുടെ കളറൊക്കെ ഒന്ന് ചെറുതായിട്ട് മാറി വരുന്നുണ്ട്. ഇനി നമുക്കത് ബൗളിലേക്ക് മാറ്റാം. ഇനി ഒരു പാനിലേക്ക് 1 കപ്പ് പാലും 1 കപ്പ് വെള്ളവും ഒന്ന് ഒഴിച്ചു കൊടുക്കാം. പാല് മാത്രമാണെങ്കിൽ അങ്ങനെ മതി. വെള്ളം ഇനിയിപ്പോൾ പാലില്ല വെള്ളമാണെങ്കിൽ അങ്ങനെ ആയാലും മതി. അത് ഒഴിച്ചു കൊടുത്ത ശേഷം അതിലേക്ക് ഒരു പിഞ്ച് മഞ്ഞൾപ്പൊടി കളറിന് വേണ്ടി മാത്രം, പിന്നെ നമ്മൾ നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച സേമിയയും കൂടി അതിലേക്ക് ഇട്ട് കൊടുക്കുക. ഇനി നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ആ പാലൊക്കെ ഒന്ന് വറ്റിയിട്ട് സേമിയ ഒന്ന് വെന്ത് വരണവരേക്ക് നമുക്ക് നന്നായിട്ടതൊന്ന് ഇളക്കി കൊടുക്കാം. ഇപ്പോൾ സേമിയൊക്കെ ഏകദേശം നല്ല രീതിയിലൊന്ന് കുറുകി വന്നിട്ടുണ്ട്. ഇതൊന്നും കൂടി ഒന്ന് വറ്റി വരട്ടെ. അത് ഏകദേശം വറ്റി വന്നു. ഈ സമയത്ത് നമുക്ക് ഒരു 1/2 കപ്പ് പഞ്ചസാരയും ഒരു 3-4 ഏലക്കായും ഒന്ന് പൊടിച്ച ശേഷം അത് നമുക്കിതിലേക്കൊന്ന് ഇട്ട് കൊടുക്കാം. ഇപ്പം നമ്മൾ പൊടിച്ചെടുത്ത പഞ്ചസാരയും ഏലക്കയും ഇതിലേക്ക് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഇനി നന്നായിട്ട് നമുക്കൊന്ന് ഇളക്കി കൊടുക്കാം. ഈ പഞ്ചസാര ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്ന സമയത്ത് ഈ ഒരു സേമിയയുടെ മിക്സ് ഒന്ന് ലൂസായിട്ട് വരും. അപ്പോൾ വീണ്ടും നമുക്കിതൊന്ന് ഇളക്കി കൊടുത്ത ശേഷം ഇതൊന്ന് നന്നായിട്ട് വറ്റി വരണം. അതുവരേക്ക് നമുക്കിത് ഇളക്കി കൊടുക്കാം. അതിലേക്ക് ഒരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഒന്ന് ചെറുതായിട്ടൊന്ന് വറ്റി ഇതൊന്ന് കുറുകി വരട്ടെ. ഇനി ഇതിലേക്ക് 1 സ്പൂൺ നെയ്യും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതുപോലെ നേരത്തെ നമ്മൾ ഫ്രൈ ചെയ്ത് വെച്ചതിൽ കുറച്ച് കാഷ്യൂസ് ഉണക്കമുന്തിരി ഇതിലേക്ക് ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഈ മിക്സ് ഈ പാനിൽ നിന്ന് വിട്ട് വരണവരേക്ക് നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കുക. ഇപ്പോൾ നമ്മുടെ കേസരി റെഡിയായി. നമുക്ക് ഈ സമയത്ത് തന്നെ നമുക്കത് ഉപയോഗിക്കാവുന്നതാണ്. ഇനി അതെല്ലാം നമുക്ക് കട്ട് ചെയ്ത് ഉപയോഗിക്കണമെങ്കിൽ നമുക്ക് ഒരു സെറ്റ് ചെയ്യുന്ന ട്രേയിലേക്ക് ഒന്ന് മാറ്റി കൊടുക്കാം. ഇനി ഒന്ന് ലെവലാക്കിയ ശേഷം നമുക്കതിൻ്റെ മുകളിലേക്ക് നേരത്തെ ഫ്രൈ ചെയ്ത് വെച്ച ബാക്കിയുള്ള കാഷ്യൂസ് ഉണക്കമുന്തിരി ഒന്ന് ഇട്ട് കൊടുത്ത് ഒന്ന് ചെറുതായിട്ടൊന്ന് പ്രസ് ചെയ്ത് കൊടുക്കാം. ഇനി ഒന്ന് തണുക്കണ വരേക്ക് അതൊന്ന് റെസ്റ്റ് ചെയ്യാം. ഇപ്പോൾ നന്നായിട്ടൊന്ന് തണുത്ത് വന്നതിന് ശേഷം നമുക്കതിൻ്റെ സൈഡൊന്ന് വേർപ്പെടുത്തിയ ശേഷം നമുക്കൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. ഇനി നമുക്കത് ഒന്നും കൂടി ഒന്ന് തിരിച്ചിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ളത് എന്നാൽ നമുക്ക് പെട്ടെന്ന് ഇപ്പോൾ തയ്യാറാക്കാൻ സാധിക്കുന്നതായിട്ടുള്ള ഒരു കേസരി റെഡി ആയിട്ടുണ്ട്. അപ്പോൾ ഇതുവരെ തയ്യാറാക്കാത്തവരുണ്ടെങ്കിൽ ഒന്ന് തയ്യാറാക്കി നോക്കൂ. അപ്പോൾ അത് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്കും സബ്സ്ക്രൈബും അതുപോലെ ഒന്ന് ഷെയർ ചെയ്യാനും മറക്കല്ലേ.